formed my heart, before even time began, my life was in His hand. He knows my name, He knows my every thought, He sees each tear that falls and hears me when I call. He knows my name, He knows my every thought, He sees each tear that falls and hears me when I call. He hears me when I call. God, you hear me when I call. Let's pray. Dear Heavenly Father, we come before you today, humbled and grateful for the opportunity to gather in your presence. We ask that you prepare our hearts to receive your word and anoint me with your Holy Spirit as I deliver the message. Give us ears to hear and hearts to respond to your call for stewardship and care for the world you have made. We pray that your word will be a lamp of our feet and a light to our path, guiding us as we seek to follow you. May our time together be a blessing for each of us, and may we live with a renewed sense of purpose and commitment to serving you. In Jesus' name we pray. Amen. Good morning. Praise the Lord. ഞാൻ ഇനിയും നല്ല മലയാളത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. എന്നാ ഡയഷൻ സൺഡേ ആയിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഡയോസിസിൻ്റെ ക്രമീകരണം അനുസരിച്ചാണ് വന്നത്, അത് ഡയോസിസിനോടും എന്നാൽ ഈ ഇടവകയിലെ വികാരിയച്ഛനായിരിക്കുന്ന ഗീറിസ് കൊച്ചുമനച്ചനോടും കുടുംബത്തോടും ഒക്കെയുള്ള നന്ദി സ്നേഹവും ആദ്യം അറിയിക്കട്ടെ. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീനിക്സ് ഇടവകയുടെയും കൊളറാഡോ ഇടവകയുടെയും മുൻ വികാരിയായിരുന്നല്ലോ ഗീറിസ് കൊച്ചുമനച്ചൻ. ആ സന്തോഷവും സ്നേഹവും പങ്കിടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇംഗ്ലീഷിലൊക്കെ പ്രസംഗം ചെയ്യണമെന്ന് കണ്ടാണ് തുടക്കമൊക്കെ വന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പ്രശ്നം, ഞാൻ പ്രസംഗിച്ച് പോയാൽ എനിക്കെൻ്റെ ഐഡിയാസ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മലയാളത്തിലാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനത് എഴുതി വെച്ചതൊക്കെ ഒന്ന് മാറ്റി, ഞാൻ എൻ്റെ നോട്ട്സ് വേറൊരു രീതിയിലേക്ക് മാറ്റി. കാരണം ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം. നമ്മുടെ ഇന്നത്തെ ടെക്സ്റ്റ് എടുത്തിരിക്കുന്നത് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 1 to 11 ആണ്. അതിൽ വേഴ്സ് 11, what Jesus did here in Cana of Galilee was the first of the signs through which he revealed his glory. അവൻ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലെ കാനായിൽ വെച്ച് ഇത് ചെയ്തു, അവൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഇതുകൊണ്ട് എന്നാൽ എന്നെ ഉത്തരവാദിത്വം പ്രസംഗം മാത്രമല്ലല്ലോ, ഡയോസിസിനെ കുറിച്ച് പറയും. ഡയോസിസ് സൺഡേ ക്രമീകരിച്ചിരിക്കുന്നത് ടു റിമെമ്പർ അവർ ഡയോസിസ് and participate its various mission activities through our pocket, through our participation, physical participation. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കൂടുതലായി ഡയോസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരിക എന്നതാണ്. നമ്മുടെ ഡയോസിസ് എപ്പിസ്കോപ്പെ പ്രാർത്ഥനയിൽ ഓർക്കണം.
റൈറ്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം പൗലോസ് തിരുമേനി, നിങ്ങളുടെ ഡയസിസ് അസംബ്ലി അംഗം ഇന്ന് എനിക്ക് തോന്നുന്നു ആരാധനയിൽ നേതൃത്വം നൽകി. ഇന്ന് അദ്ദേഹത്തെ നമ്മളൊന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം. മാത്രമല്ല നമ്മുടെ ഡയോസിസിൽ the diocese consists of 68 parishes and 13 congregations in 7 regions. Currently, there are 68 clergy in active service, including 7 who serve as youth chaplains. We have 13 retired clergy and 2 pursuing higher studies. നമ്മുടെ ഡയോസിസ് മിഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നത് മുഴുവൻ മിഷൻ ബോർഡിൻ്റെ അണ്ടറിലാണ്. 5C പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു മിഷൻ ബോർഡാണ് ഡയോസിസിനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഹെഡ്ലൈനൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. മിഷൻ ബോർഡിന് അണ്ടർ ലൈറ്റ് ടു ലൈഫ് മിഷനാണ്. began in 2017 with the aim of supporting the holistic development of underprivileged children. Light to Life currently supports over 5,500 children in 12 states of India. ഒരു കുഞ്ഞിന് per month $20 ആണ്. 1 year $240 ആണ് per year. നിങ്ങൾ അത് നിങ്ങൾക്ക് ഡയസിനോട് ചേർന്ന് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഇപ്പോൾ US മെക്സിക്കോ ബോർഡിലേക്ക് ഈ മിഷൻ ലൈറ്റ് ടു ലൈഫ് മിഷൻ എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നതും ഓർപ്പിക്കട്ടെ. മെക്സിക്കോ മിഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്, സെക്കൻഡ് വൺ മെക്സിക്കോ മിഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2003 to serve the fishing community in Mexico with the focus on the overall development and transformation of the community. Third one, Native American Mission. Fourth one, Neighborhood Mission. Fifth one, Indian Mission. Serves to connect the members of the diocese with the mission work of the Marthoma Church in India. നമ്മുടെ മിഷൻ ടൂർ ഉണ്ട്. ദിസ് ഇയർ 2 Indian mission trips, one from the US and one from Canada, are being organized in July for youth members aged 18 to 35. അതിന് മുകളിലുള്ളവർ ആരും ഈ പ്രാവശ്യം പോകാൻ ശ്രമിക്കരുത്. എന്നാൽ നിങ്ങൾ ഈ 18 to 35 ഏജിൽ വരുന്ന ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി, ഇന്ത്യൻ മിഷനെ മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാർത്തോമ മെസ്സഞ്ചറിനെ കുറിച്ച് നമുക്കറിയാം. ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ദ ഡയസിസ് ഓഫ് നോർത്ത് അമേരിക്ക. $35 ആണ് പെർ ഇയർ. ജസ്റ്റ് പറയുന്നു. ഡയസിസിൻ്റെ ഓർഗനൈസേഷൻ എല്ലാം നമുക്കറിയാം. നമ്മുടെ ഇടവകയിൽ എല്ലാ ഓർഗനൈസേഷനും ഡയസിസിൻ്റെ ലെവലിലും ഉണ്ട്. അതുകൊണ്ട് ഓർഗനൈസേഷനൊന്നും എടുത്തു പറയുന്നില്ല. നമുക്ക് മാർത്തോമ ലിറ്ററേച്ചർ സൊസൈറ്റി ഉണ്ട്. അവിടെ മാർത്തോമ ചർച്ചിൻ്റെ പബ്ലിക്കേഷൻ, ബൈബിൾസ്, ഡിവോഷൻസ്, ഹിം ബുക്സ് എല്ലാം ലഭിക്കും. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ. കാർമൽ മാർത്തോമ സെൻറ്റർ നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഡയോസിസിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ട്. വേരിയസ് കോൺഫറൻസ്, റിട്രീറ്റ്സ് ഒക്കെ അവിടെ നടക്കുന്നത് അറിയാം. അതോടൊപ്പം തന്നെ അവിടെ കേന്ദ്രീകരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ എന്ന ഒരു ലേ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ അറിയിപ്പുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കൂടുതലായി മിഷൻ ആക്ടിവിറ്റിയിൽ പങ്കുകൊള്ളുവാനും ഒക്കെ ഇടയാവും. Can you keep the diocese and its mission and ministry in your prayers? Your continued support and active involvement are greatly appreciated. വളരെ വേഗം ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് കടക്കുകയാണ്. During the praise and worship time, we heard about Lent.
അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞ് ആരംഭിക്കുകയാണ്. ഈ ഇവൻ്റ് അല്ലെങ്കിൽ കല്യാണ നടക്കുന്ന ഭവനം എല്ലാ വർഷവും ഗ്രേറ്റ് ലെൻറ്റിൻ്റെ തുടക്കത്തിൽ വായിക്കുന്ന ഒരു ടെക്സ്റ്റാണ്, തുടക്കത്തിൽ ധ്യാനിക്കുന്ന, മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ്. ഇതെല്ലാം സയൻസാണ്, അടയാളങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ലെൻറ്റ് വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു എൻ്റെ സർമൺ ടൈറ്റിൽ, ഗ്രേറ്റ് ലെൻറ്റ് ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി. ഗ്രേറ്റ് ലെൻറ്റ് ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി ഞാൻ അങ്ങനെ എഴുതി വെച്ച്. കാരണം ലെൻറ്റ് 50-day ലെൻറ്റ് നമുക്കറിയാം, കർത്താവിൻ്റെ ഫാസ്റ്റിംഗ്, വിൽഡർനെസ്സിലുള്ള ഫാസ്റ്റിംഗ് 40 days പ്ലസ് പാഷൻ വീക്ക് കൂടെ ചേർത്ത് 50 days. ഇതിൽ ഈ ജേർണി പോകുന്നത് വിക്ടറി ഓഫ് ക്രോസ് ആണ്, അല്ലെങ്കിൽ കുരിശിൻ്റെ വിജയത്തിലാണ് ഈ ലെൻറ്റ് ചെന്ന് എത്തേണ്ടത്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ ഭാഗം ആ രീതിയിൽ കണക്ട് ചെയ്ത് നിങ്ങളോട് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ലെൻറ്റിന് എങ്ങനെ ഒബ്സർവ് ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം. ഫാസ്റ്റിംഗ് ഉണ്ട്, പ്രെയർ ഉണ്ട്, ചാരിറ്റി ഉണ്ട്, സാക്രമെൻറ്റ്സ് ഓഫ് റെക്കൺസിലിയേഷൻ ഉണ്ട്, റിപ്പൻറ്റൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം സമയം കളയണ്ടല്ലോ, നമ്മുടെ ടെസ്റ്റിലേക്ക് പോകാൻ കഴിയും. എന്നാൽ ഒരു കാര്യം അറിയാം, ലെൻറ്റ് നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന, ക്ലോസർ ടു അവർ ഗോഡ് എന്ന നിലയിൽ നമുക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരവസരമാണ് ലെൻറ്റ് സീസൺ. ഞാൻ ഇങ്ങനെ അതുകൊണ്ട് എഴുതി വെച്ചു, where is Jesus, there is miraculous transformation. Where Jesus is, there is miraculous transformation. കാരണം എന്താണെന്നറിയാം അങ്ങനെ എഴുതാൻ? ഈ കല്യാണ വീട്ടിൽ ആരുണ്ടായിരുന്നു? നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, എടുത്തവിടെ എഴുതി നല്ല വ്യക്തമായിട്ട് എഴുതുന്നത്, യേശുവും ശിഷ്യന്മാരും അവിടെ, അല്ലെങ്കിൽ അല്പം കൂടെ വ്യത്യസ്തമായി പറഞ്ഞ് ഇത്രയും പറഞ്ഞാൽ മതി, യേശു അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു കാര്യം നടന്നു. എന്താണ്? അത്ഭുതകരമായ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടന്നു. ഞാൻ എങ്ങനെ അതുകൊണ്ട് പറഞ്ഞു വെക്കട്ടെ, നമ്മുടെ വർഷിപ്പിൽ കർത്താവ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കണം? യെസ്, നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടേക്കുന്നു, എനിക്കും വിട്ടേക്കുന്നു. കാരണം ഞാൻ എത്ര ഈണത്തിൽ ചൊല്ലിയാലും വിത്തൗട്ട് അവർ ജീസസ്, അല്ലേ, കർത്താവ് ഇല്ലെങ്കിൽ എന്തു പറ്റും? അവിടെ ഒരു ട്രാൻസ്ഫോർമേഷനും ഇല്ല. ഇൻ അവർ ഹാർട്ട്സ് കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കണം? അപ്പം പേഴ്സണലി ഈ ലെൻറ്റ് സീസൺ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. പക്ഷേ ആര് വേണം? ജീസസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചത് യേശു എവിടെ. ഇനി ഇൻ അവർ ഫാമിലി ലൈഫ് എടുത്ത് നോക്കിക്കേ, അച്ഛൻ്റെ കുടുംബമാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ആര് വേണം? ഉറക്കെ പറ, അച്ഛൻ്റെ കുടുംബത്തിലല്ലേ, ധൈര്യമായിട്ട് പറ. എന്താ കുഴപ്പം? ജീസസ് വേണം, ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല. അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉറക്കെ പറ, എന്താ നിങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് നടക്കത്തില്ല? പല ട്രാൻസ്ഫോർമേഷൻ നടക്കും, പക്ഷേ മിറക്കുലസ്, അത്ഭുതവഹമായ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ വരും. ഓക്കെ, ഞാനതുകൊണ്ട് ഈ ഭാഗം വെച്ച് യേശു ഉണ്ടായതുകൊണ്ട് എങ്ങനെയാണ് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതെന്ന് പറഞ്ഞ് ഞാൻ വളരെ വേഗം നിർത്തും. ഓക്കെ, ഒന്നാമത് നമ്മുടെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, യേശു ഉള്ളത് കൊണ്ടാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ലെൻറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി ആണെന്ന് പറഞ്ഞു. അത് എത്തിച്ചേരുന്ന ക്രൂശിൻ്റെ വിജയത്തിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നാമത്തെ എൻ്റെ പോയിന്റ്, ജീസസ് ട്രാൻസ്ഫോംസ് അവർ സർക്കംസ്റ്റൻസസ്. എന്താ ഞാൻ പറഞ്ഞേ? അത് മലയാളത്തിൽ പറയുമ്പോൾ എനിക്ക് ഇച്ചിരി പറയാൻ സൗകര്യം. യേശു നമ്മുടെ ചുറ്റുപാടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ എന്തുണ്ടെന്നു, സ്റ്റോൺ വാട്ടർ ജാസ്, അല്ലേ? അത് എന്തിനുപയോഗിക്കുന്നതായിരുന്നു? ജൂയിഷ് സെറിമോണിയൽ പർപ്പസിന് വേണ്ടി
ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ പൊസിഷൻ എവിടെ ആയിരുന്നു? ഓക്കെ, എന്ന് പറഞ്ഞാൽ വരുന്നവർ കാല് കഴുകി ഭവനത്തിലേക്ക് കയറണമെങ്കിൽ എവിടെ വെക്കണമായിരുന്നു? എൻട്രൻസ്. പൊസിഷൻ എവിടെ ആയിരുന്നു? അറ്റ് ദി എൻട്രൻസ്. ശരി, യേശു പറഞ്ഞു ആ കൽപാത്രം എടുത്ത് വെള്ളം നിറച്ച് ആർക്ക് കൊടുക്കാൻ പറഞ്ഞു? മാസ്റ്റർ ഓഫ് ബാങ്കറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ കൽഭരണിയുടെ അല്ലെങ്കിൽ കൽപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റോൺ വാട്ടർ ജാറിൻ്റെ ചുറ്റുപാട് ദൈവം രൂപാന്തരപ്പെടുത്തിയോ? യെസ്. ഓക്കെ, അടുത്തത് ഫാമിലിയെ എടുക്കാം. ഈ ഫാമിലി ഒന്ന് എടുത്താട്ടെ. ഫാമിലി ഇപ്പോൾ ഷെയിംഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. ബട്ട് യേശു അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു ആരുണ്ടെങ്കിൽ എന്ത് നടക്കും? യേശു ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും. വെറും ട്രാൻസ്ഫോർമേഷൻ അല്ല, മിറാക്കുലസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ദെയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഷെയിംഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. സർക്കംസ്റ്റാൻസസ് എന്തായിരുന്നു അവിടുത്തെ? ഷെയിംഫുൾ ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ യേശു ഉണ്ടായിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? പ്രൈഡ് സിറ്റുവേഷനായത് മാറി. ആ ഫാമിലിയെ സംബന്ധിച്ചോളം എന്തായി മാറി? ആ ഫാമിലിയുടെ ചുറ്റുപാടുകൾ, ആ ഒരു സർക്കംസ്റ്റാൻസസ് ആര് ട്രാൻസ്ഫോം ചെയ്തു? ഹു ട്രാൻസ്ഫോംഡ്? ജീസസ് ട്രാൻസ്ഫോംഡ്. വീണ്ടും നോക്കിക്കേ, അവരെ സംബന്ധിച്ചോളം ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ജോയ്ഫുൾ സിറ്റുവേഷനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടന്നു. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മൾ മാർത്തോമക്കാരാണ് അവിടെ. ഇങ്ങനെ വേണം നിങ്ങൾ കാണാൻ. വി ആർ മാർത്തോമൈറ്റ്സ് അല്ലേ? നമ്മൾ മാർത്തോമക്കാരാണ് ആ കല്യാണത്തിനുണ്ടായിരുന്നെങ്കിൽ വളരെ രഹസ്യമായിട്ടാണ് യേശുവിൻ്റെ അമ്മ ആരോട് പോയി പറഞ്ഞത് അവിടെ വീഞ്ഞില്ലെന്ന്. യേശു അവിടെ ആ സെർവൻസ് അല്ലാതെ ആരും അറിഞ്ഞില്ല ഇത് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ നല്ല മാർത്തോമക്കാരായതുകൊണ്ട് നമ്മൾ പലയിടത്തും പറഞ്ഞു അല്ലേ? അങ്ങനെങ്കിൽ ഈ ഭവനം അത്ഭുത തടന്ന ഭവനമായി ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. നേരത്തെ ഒരു അത്ഭുതമില്ലാത്ത ഭവനം എന്ത് ഭവനമായി മാറി? ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ലെൻറ്റിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് ഈ ലെൻറ്റിലൂടെ നമ്മൾ യേശുവിനോട് കൂടുതൽ അടുക്കുന്നതുകൊണ്ട്, ഈ ലെൻസിൽ യേശു ഉള്ളത് കൊണ്ട് ഹി ട്രാൻസ്ഫോംസ് അവർ സർക്കംസ്റ്റാൻസസ്. അത് ദുഃഖമായിക്കോട്ടെ, നിരാശയായിക്കോട്ടെ, നിങ്ങളെ ജോലിയുള്ള ചില സ്ട്രഗിൾസ് ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ഓർത്തുള്ള ചില പ്രതിസന്ധി ആയിക്കോട്ടെ, സ്ട്രെസ്ഫുൾ ലൈഫ് ആയിക്കോട്ടെ, ഈ ചുറ്റുപാടുകളെ ഈ ഷെയിംഫുൾ ആകാൻ പോകുന്ന സർക്കംസ്റ്റാൻസസിനെ കർത്താവ് എന്താക്കി മാറ്റും? പ്രൈഡ് മൂമെൻ്റ് ആക്കി മാറ്റും, ജോയ്ഫുൾ മൂമെൻ്റ് ആക്കി മാറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഈ ആരാധന പോലും ഒരു മിറക്കുലസ് ട്രാൻസ്ഫോർമേഷൻ, ബിക്കോസ് അവർ ക്രൈസ്റ്റ് ഹിയർ അല്ലേ? കർത്താവ് ഇവിടെ ഉണ്ട്. മാത്രമല്ല ഇന്ന് സത്യസന്ധമായി നിങ്ങളുടെ ആവശ്യമായി അവിടെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ അടുക്കലുണ്ടെങ്കിൽ, കർത്താവ് അതിനെ പ്രൈഡ് മൂമെൻ്റ് ആക്കും, ജോയ്ഫുൾ മൂമെൻ്റ് ആക്കും. അവിടെയാണ് നമുക്ക് എന്തു പറയാൻ കഴിയുന്നത്? പ്രൈസ് ദ ലോർഡ്. എന്തു പറയാൻ കഴിയും? യെസ്, വി ക്യാൻ. നമുക്ക് അഭിമാനത്തോടെ പ്രൈസ് ലോർഡ് പറയാൻ കഴിയും. അല്ലാതെ ഈ ആളുകൾ വന്നിരിക്കും ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ പറയുന്ന ഒന്നല്ല പ്രൈസ് ലോർഡും സ്തോത്രവും ആമീനും ഒന്നും. എവിടെ ഇത് പറയണ്ടേ? ഈ മിറക്കുലസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഒന്നാമത് ഞാൻ പറഞ്ഞു ജീസസ് ട്രാൻസ്ഫോംസ് അവർ സർക്കംസ്റ്റാൻസ്. രണ്ടാമത് ഞാൻ പറഞ്ഞു ജീസസ് ട്രാൻസ്ഫോംസ് അവർ ക്യാരക്ടർ. എന്താ ഞാൻ പറഞ്ഞേ? ജീസസ് ട്രാൻസ്ഫോം അവർ ക്യാരക്ടർ. ഓക്കെ, ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതറിയോ? ഞാൻ നോക്കിയപ്പം വെള്ളം എന്തായി മാറി? വാട്ടർ ബിക്കംസ് വാട്ടറിൻ്റെ ക്യാരക്ടർ എന്താ? വൈൻ്റെ ക്യാരക്ടർ എന്താ? അല്ലേ, വ്യത്യാസം ഉണ്ടോ? ഇനി എൻ്റെ ചോദ്യമാണ്. ഓരോന്നിനും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? വെള്ളത്തിൻ്റെ ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ ആയിരുന്നു. അല്ലെങ്കിൽ റിച്വലി പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് പറയുമ്പോഴും അവർ കാല് മാത്രം കഴുകും. അവരുടെ നമ്മൾ പറയുന്നത് ബാഹ്യമായ ഒരു പ്യൂരിഫിക്കേഷൻ മാത്രം നടക്കുന്നു. എന്നാൽ ഇൻറ്റേർണലി ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ അങ്ങനെ പറയുന്ന തെറ്റാ, സയൻറ്റിഫിക്കലി ഒക്കെ തെറ്റാ. എന്നാലും പറയാം, വാട്ടറിന് എന്ത് രുചിയാവുള്ളൂ, എന്ത് ടേസ്റ്റാണ് ഉള്ളത്.
വി കാൺട്ട് എക്സ്പ്രസ് നോ. എന്നാൽ വൈൻ്റെ സ്വഭാവത്തിനും ടേസ്റ്റിനും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? ഞാനതിനെ ഇങ്ങനെ എഴുതി, നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ, സ്വഭാവം എന്ന് പറയുമ്പോൾ എന്തുവാ, നമ്മുടെ ബിഹേവിയർ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ അതിനെ പറയുന്നത്. നമ്മുടെ സ്വഭാവം മാറുമ്പോൾ, രുചി വ്യത്യാസപ്പെടുമ്പോൾ, ഞാനിങ്ങനെ ടേസ്റ്റ് ഗിവിങ് ലൈഫായി മാറും. അടുത്ത ഞാനിങ്ങനെ എഴുതി ടേസ്റ്റ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് എന്നെഴുതി, ദൈവരാജ്യത്തിൻ്റെ രുചിയായി മാറും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ പോവാം, യേശു ഉണ്ടെങ്കിൽ ഒരു മിറക്കുലസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലത്തിൽ നോമ്പ് ആചരിക്കുന്നതിലൂടെ, നമ്മൾ ആദ്യമേ കേട്ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? ആ ഫാസ്റ്റിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ദൈവത്തോടൊപ്പമായി നമ്മൾ തീരുമ്പോൾ, ആ ട്രാൻസ്ഫോർമേഷനിൽ നമ്മുടെ ക്യാരക്ടറിന് തന്നെ, അതിനെയും നമ്മുടെ സ്വഭാവ അർത്ഥത്തെ തന്നെ എടുത്താലും അതിനും ഒരു വ്യത്യാസം വേണ്ടേ? അങ്ങനെയെങ്കിൽ യേശു ട്രാൻസ്ഫോം അവർ ക്യാരക്ടർ അല്ലേ? മൂന്നാമത് ഞാൻ വളരെ വേഗം പറഞ്ഞു പോവാം, ജീസസ് ട്രാൻസ്ഫോം അവർ ഇറ്റേണൽ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഇറ്റേണിറ്റിയെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇറ്റേണിറ്റി എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും കിട്ടുമോ ഇറ്റേണിറ്റി? അല്ലെങ്കിൽ അല്പം മലയാളത്തിൽ പറഞ്ഞാൽ നിത്യത എല്ലാവർക്കും ഉണ്ടോ? ഞാൻ മലയാളത്തിൽ പറയാം, അപ്പം നിങ്ങൾക്ക് അത് എല്ലാവർക്കും ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. ഓക്കെ, എൻ്റെ നിത്യ സന്തോഷം എന്ന് കേട്ടിട്ടുണ്ടോ? നിത്യ സങ്കടം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം സിബിൻ അച്ഛന് സന്തോഷമുണ്ടാകാം, സങ്കടമുണ്ടാകാം അല്ലേ? ഇനി നിത്യനാശവും നിത്യമായ നന്മയും, അങ്ങനെ കാലോസ് എന്ന വാക്ക് പറയുന്നത് പരമമായ നന്മയാണ്. ആ പരമമായ നന്മയെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ നിത്യമായ നന്മ അനുഭവിക്കാൻ കഴിയുകയല്ലേ? ഞാൻ പറയാൻ ശ്രമിച്ചത്, നിത്യത എല്ലാവർക്കും കിട്ടും. പക്ഷേ ആ നിത്യത എന്ത് നിത്യതയാ, എന്ത് ഇറ്റേണിറ്റിയാണ് കിട്ടാൻ പോകുന്നത്? ഇറ്റേണിറ്റി ഓഫ് ബ്ലെസ്സിങ് ഓർ ഇറ്റേണിറ്റി ഓഫ് കേഴ്സ്? ഏതാ കിട്ടാൻ പോകുന്നത്? എല്ലാവർക്കും കിട്ടും. എല്ലായിടത്തും വീഞ്ഞുണ്ടായിരുന്നു, പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. ആദ്യം നല്ല വീഞ്ഞ് കൊടുത്തിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്തായിരുന്നു? പിന്നീട് മോശമായ വീഞ്ഞ് സെർവ് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ പുറമേ നല്ല ജീവിതമൊക്കെ കാണിക്കും, പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും ഇറ്റേണിറ്റി ഉണ്ടാവും. പക്ഷേ അത് ഏതിലായിരിക്കണമെന്നുള്ളത് നമ്മൾ ദൈവത്തോടൊപ്പം ട്രാൻസ്ഫോം ചെയ്യുന്നതിലാണ് ലൈഫിനെ. അപ്പം ഞാനിത് പറയാൻ ശ്രമിച്ചത്, ഈ ഇറ്റേണിറ്റി ട്രാൻസ്ഫോം ചെയ്യാൻ പറയാൻ ശ്രമിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ. ട്രാൻസ്ഫോംസ് ഓർ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ട്രാൻസ്ഫോം സർക്കംസ്റ്റാൻസസ് പറഞ്ഞു. സെക്കൻഡ് ട്രാൻസ്ഫോംസ് അവർ ക്യാരക്ടർ പറഞ്ഞു. മൂന്ന് നമ്മുടെ ഇറ്റേണിറ്റി ട്രാൻസ്ഫോം ചെയ്യുന്നു. ഞാൻ ഇതിനെ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ വാട്ടർ ആൻഡ് വൈൻ രണ്ട് കാര്യങ്ങളുണ്ടല്ലേ? നിങ്ങൾ ഈ കുർബാനയിലേക്ക് ഇനി നോക്കിക്കേ. കുർബാനയിൽ നോക്കുമ്പോൾ നിങ്ങൾക്കിന്ന് സാധാരണ എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗീറിസ് കൊച്ചുമനച്ചൻ സെർവ് ചെയ്യുമായിരുന്നു എന്ത്? വൈൻ. ഇന്ന് ഞാൻ സെർവ് ചെയ്യും. ഞാൻ വൈനാണോ സെർവ് ചെയ്യുന്നത് അതോ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആണോ? ഞാൻ എന്തു പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്? ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, വേദോസിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ തൻ്റെ അവസാന തുള്ളി ജലവും രക്തവും പോലും എന്ത് ചെയ്തു? ഇനി നിങ്ങൾക്കറിയാമോ, ഇവിടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പോകുന്ന വൈനകത്തോട്ട് വെള്ളം ഒഴിക്കും. എന്തുകൊണ്ടാണോ? അതിൻ്റെ ഇച്ചിരി എന്താ കട്ടി കുറയ്ക്കാനൊന്നുമല്ല. അത് ഇറ്റ്സ് എ സ്പിരിച്വൽ മീനിങ്. വെള്ളത്തിൽ നിന്നും അവൻ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്താ എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം എന്തായി മാറി? വീഞ്ഞായി മാറി. ഇനി വെള്ളവും വീഞ്ഞും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ?
ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും ആകുമ്പോൾ ഇങ്ങനെ കേൾക്കാൻ കഴിയും, ഞങ്ങളുടെ തെരുവിലുമുണ്ട് ഒരു ക്രിസ്തു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇതല്ലേ നോമ്പിലൂടെ സാധിക്കേണ്ടത്? ഞാൻ ആ പറഞ്ഞത് എത്രമാത്രം എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയത്തില്ല, എന്നാൽ ആവേശമൂത്ത് ഞാൻ വെച്ച് പറഞ്ഞു കളഞ്ഞു. ഒന്നുകൂടെ പറയാം. വെള്ളവും വീഞ്ഞും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലുമായിരിക്കുമ്പോൾ ഉയർന്നു കേൾക്കാൻ കഴിയും, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ സ്ട്രീറ്റിൽ, ഞങ്ങളുടെ തെരുവിലുമുണ്ട് ഒരു ക്രിസ്തു, ഒരു ക്രൈസ്റ്റ്. ഇത് ആരെക്കുറിച്ച് പറയണമായിരുന്നു? സിബിനച്ചനെ കുറിച്ച് പറയണമായിരുന്നു. ആം ഐ റൈറ്റ്? അല്ലേ? പക്ഷേ എത്ര നോമ്പ് കഴിഞ്ഞു ഈ പ്രായത്തിനിടയ്ക്ക്? 2013 പട്ടം കിട്ടി, എത്ര കുർബാന ചൊല്ലിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും വെള്ളവും വീഞ്ഞും സെപ്പറേറ്റ് ചെയ്യാം. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഗോട്ട് ഇറ്റ്? ഇപ്പോഴും അതാ. എന്നാൽ എന്തായിരുന്നു സംഭവിക്കേണ്ടത്? ഇത് ഞാൻ എന്തിനാ പറഞ്ഞു? ഈ ലെൻറ്റ് ഇറ്റ്സ് എ മിറക്കുലസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി എന്ന് പറഞ്ഞു. എങ്ങോട്ടാ? ഞാൻ ആദ്യം പറഞ്ഞു വിക്ടറി ഓഫ് ക്രോസാ. ക്രൂസിലോട്ട് നോക്കിക്കാട്ടെ. ക്രൂസിൽ ഇരു കൈകളും പിരിച്ച് കർത്താവ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ വൈൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞു? സിമ്പിൾ ഓഫ് കർത്താവിൻ്റെ രക്തത്തിൻ്റെ അല്ലേ സിമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ രക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ ക്രൂസ് ഈ എന്തിനാണ് ഈ നോമ്പ് നോറ്റി യാത്ര ചെയ്യുന്നത് വെച്ചാൽ ക്രൂസിലേക്കുള്ള യാത്രയ്ക്കാണ്. വിതൗട്ട് ക്രോസ് ദർ ഈസ് നോ വിക്ടറി. കുരിശില്ലാതെ ഒരു വിജയവും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഈ ക്രൂസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓർക്കണം, ഈ ക്രൂസിലേക്ക് നോക്കിയാൽ എന്തോ കണ്ടു? ചുറ്റുപാടുകളെ, അല്ലെങ്കിൽ അന്നത്തെ ആ കൾച്ചറിനെ, അന്നത്തെ ഒരു സോഷ്യോ റിലീജിയസ് കോണ്ടക്സ്റ്റിനെ എന്തു ചെയ്തു? ട്രാൻസ്ഫോം ചെയ്തോ? യെസ്, ഈ ക്രോസിലൂടെ ട്രാൻസ്ഫോം. രണ്ടാമത് ഞാൻ പറഞ്ഞു ക്യാരക്ടർ അല്ലേ ട്രാൻസ്ഫോം ചെയ്തോ? സർവ്വജനത്തിനുമുണ്ടായ സന്തോഷം പൂർണ്ണമാക്കപ്പെടുന്നത് ക്രോസിലാണല്ലോ. മാത്രമല്ല ആ ക്രോസിൽ എല്ലാവരെയും എന്താക്കി മാറ്റിയെന്നറിയോ? ചിൽഡ്രൻ ഓഫ് ഗോഡ്. ആ സ്വഭാവത്തിലേക്ക് ആക്കി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. മൂന്നാമത് ഞാൻ പറഞ്ഞു ഇറ്റേണിറ്റി. അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോട് കൂടെ. എന്താ കർത്താവ് പറഞ്ഞേ? നീ ഇന്ന് എന്നോട് കൂടെ. യെസ്, നീ ഇന്ന് എന്നോട് കൂടെ പർദീസിലിരിക്കും. അങ്ങനെങ്കിൽ ക്രോസ് നമ്മളോട് പറയുന്നത് എന്താ? ആ അവസാനത്തുള്ള ജലവും രക്തം ഒരുക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞത് എന്തുവാ? ഇത് നിൻ്റെ ഇറ്റേണിറ്റിയെ കൂടെ രൂപാന്തരപ്പെടുന്നതാണ്, നിൻ്റെ ഇറ്റേണിറ്റിയെ കൂടെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. ഇതല്ലേ ഈ നോമ്പിലൂടെ സാധിക്കേണ്ടത്? അതുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ലെറ്റ് us meditate upon these words. കർത്താവേ, നോമ്പ്, ലെൻറ്റ് ഞങ്ങളെ സംബന്ധിച്ചോളം ട്രാൻസ്ഫോർമേറ്റീവ് ജേർണിയാണ്. ഈ യാത്ര ക്രൂസിലെ വിജയത്തിലേക്കാണ്. ക്രിസ്തുവുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ ചുറ്റുപാടുകളെ രൂപാന്തരപ്പെടുത്തും. ഞങ്ങളുടെ പെയിൻഫുൾ എക്സ്പീരിയൻസിനെ ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആക്കി മാറ്റും. ഞങ്ങളുടെ ഷെയിംഫുൾ എക്സ്പീരിയൻസിനെ പ്രൈഡ് മൊമെൻ്റ് ആക്കി മാറ്റും. ഞങ്ങളുടെ രുചി, ഞങ്ങളുടെ ടേസ്റ്റ് എന്നത് ടേസ്റ്റ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒക്കെ ഒരു രുചിയായി തീരുവാൻ, ദൈവരാജ്യത്തിൻ്റെ രുചിയായി മാറുവാൻ, ഒരു ടേസ്റ്റ് ഗിവിങ് ലൈഫായി ഞങ്ങളുടെ രൂപാന്തരപ്പെടുവാൻ. പുറമെയുള്ള രൂപാന്തരത്തെക്കാൾ ഉപരിയായി ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, ഇന്നർ പ്യൂരിഫിക്കേഷൻ സാധ്യമാകുവാൻ ഇടയാകണം. അതിലൂടെ നിത്യസന്തോഷവും നിത്യസമാധാനവും നിത്യമായത് അനുഭവിപ്പാൻ ഇടയാണ്. ഞങ്ങളുടെ നിത്യതയെയും രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. ക്രൂസിൽ ഇരുകരങ്ങളും വിരിച്ചുകൊണ്ട് ചുറ്റുപാടുകളെയും ഞങ്ങളുടെ സ്വഭാവത്തെയും ഞങ്ങളുടെ നിത്യതയും ഒക്കെ രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ വിജയത്തിലേക്ക്
നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. Now, Sheba George, lead us in prayer. Heavenly Father, we thank you for the gift of your word that Sibinachan has shared with us today, and we give you thanks for your faithfulness to him and to his family, and especially to our diocese as a whole. We pray for each parish and all the various organizations within our diocese. May their visions be achieved and their efforts be fruitful in the growth of your kingdom. I pray that the words that we just heard we may be able to put them into practice in our lives, especially during this Lenten season. Father, guide us in the path that leads us to you, in our thoughts, in our actions, in our time spent, in our denials this season. May we use this time to feel renewed and transformed. Help us to be filled with gratitude and patience and strength and peace and joy. Help us to be faithful to the gospel, open to serving others. In our day-to-day lives, help us to be able to carry your love and grace with us. God, we have so many shortcomings. We have so many flaws. We pray that you use us and our inadequacies as we come to your table and make us worthy to receive your communion. Help us to be reconciled to the blood of Jesus. All this we ask in Christ's name. Amen.